സിനിമകൾ വലിയ വിജയങ്ങളാകുമ്പോൾ അതിലെ ഓരോ രംഗങ്ങളും അനുകരിക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകർ നമുക്കിടയിൽ ധാരാളമാണ്. എന്നാൽ ഈ അനുകരണം മറ്റൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് വാർത്താ പ്രാധാന്യം നേടാറുള്ളത്. അടുത്തിടെയായി സിനിമകളിലെ രംഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈം സീനുകൾ ജനങ്ങളെ സ്വാധീനിക്കുകയും നിത്യജീവിതത്തിൽ പലരും അവയെല്ലാം പരീക്ഷിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നുമുണ്ട്. ഒരിടയ്ക്ക് ദൃശ്യ മോഡൽ കൊലപാതകങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രൈമുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ പ്രതികളാകുന്നത് ഏറെയും ചെറുപ്പക്കാരും മധ്യവയസ്കരുമാണ്. അതിന് കാരണം സിനിമയിലെ വയലൻസ് ആണെന്ന് ഒരു വിഭാഗത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് വയലന്റ് മൂവി എന്ന ടാഗ് ലൈനോടെ എത്തിയ ഉണ്ണിമുകുന്ദൻ സിനിമ മാർക്കോ ചർച്ചയായതും. ടാഗ് ലൈനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മാർക്കോ കേരളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ പ്രദർശിപ്പിക്കുകയും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും വലിയ ഹിറ്റാണ് മാർക്കോ. എന്നാൽ ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി സിനിമയ്ക്ക് ഇല്ല. എയർ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കേരള റീജിയണൽ മേധാവി പറഞ്ഞത്. മാർച്ചിലാണ് മാർക്കോയ്ക്ക് ഇങ്ങനെയൊരു വിലക്ക് വരുന്നത്. മാർക്കോയ്ക്കെതിരെ സിനിമയുടെ റിലീസിന് ശേഷം വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. വയലൻസ് നിറഞ്ഞ രംഗങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും എന്നത് തന്നെയായിരുന്നു കാരണം. എന്നാൽ മാർക്കോയ്ക്ക് എതിരെ മുറവിളി കൂട്ടിയവരാരും അടുത്തിടെ ഹിറ്റായ മോഹൻലാൽ സിനിമ തുടരും, ജോജു ജോർജ് സിനിമ പണി, കുഞ്ചാക്കോവൻ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ സിനിമകളിലെ വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്തതുമില്ല, വിവാദം സൃഷ്ടിച്ചതുമില്ല. അതാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നതും. ഫാമിലിയുടെ മേമ്പടിയോടുള്ളതുകൊണ്ടാകും ഈ സിനിമയിലെ വയലൻസ് നിറഞ്ഞതും എന്നേക്കും മനസ്സിൽ ഹോണ്ട് ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ളതുമായ സീനുകൾ ചർച്ചയാകാതെ പോയത്. ക്രൈം ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുത്താവുന്നതാണ് തുടരും, പണി, ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ സിനിമകൾ. ഇവ മൂന്നിലും വില്ലന്മാർ കൃത്യം നടത്തുന്നതും പിന്നീട് നായകൻ പ്രതികാരം ചെയ്യുന്നതുമായ സീനുകളിൽ എല്ലാം വയലൻസ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പണി സിനിമയുടെ ക്ലൈമാക്സിൽ വില്ലന്മാരെ അതിക്രൂരമായ രീതിയിലാണ് നായകൻ ഇല്ലാതാക്കുന്നത്. തുടരും സിനിമയിലും ഇത്തരത്തിലുള്ള രംഗങ്ങളുണ്ട്. ഈ സിനിമകളുടെ ക്ലൈമാക്സ് സീനുകൾ കണ്ടിരിക്കാൻ മനോധൈര്യം ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. മാർക്കോ നിരോധിക്കണമെന്ന് പ്രതിഷേധിച്ചവർ തുടരും, പണി തുടങ്ങിയ സിനിമകൾ സ്വീകരിച്ചതുപോലെ തന്നെ ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും എത്തുന്ന വയലൻസ് സിനിമകളും മടിയില്ലാതെ കാണുന്നവരാണ്. സിനിമകളിലെ വയലൻസ് രംഗങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമയെ കണ്ടാൽ മതിയെന്ന പ്രതികരണമാണ് ഈ വിഭാഗം സിനിമക്കാരിൽ നിന്നും വരുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം വയലൻസിന് നിയന്ത്രണം വെക്കണമെന്ന വാദത്തെ അനുകൂലിക്കുന്നവരുമാണ്. തരൺമൂർത്തിയാണ് തുടരും സംവിധാനം ചെയ്തത്. ജോജുവാണ് പണിയുടെ എഴുത്തും സംവിധാനവും നിർവഹിച്ചത്. എന്നാൽ ഈ ചിത്രങ്ങളിൽ ചില വ്യത്യാസങ്ങളുമുണ്ട് എന്നതാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. കാരണം മാർക്കോയ്ക്ക് ഫാമിലി ഓഡിയൻസിന്റെ വികാരത്തെ അത്രമേൽ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വയലൻസ് ഭീകരമായി നമ്മുടെ മുന്നിലേക്ക് എത്തി. എന്നാൽ തുടരുമെന്ന ചിത്രവും മറ്റേതൊരു ചിത്രവുമായിട്ട് ഫാമിലി ഓഡിയൻസിനെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നുള്ള വയലൻസ് അവർക്ക് അത്യാവശ്യമാണ് എന്ന രീതിയിലേക്കാണ് എത്തിയത്. കാരണം ആ സീൻ കാണുമ്പോൾ അവനെ കൊല്ലടാ, അവനെ അടിക്കടാ എന്ന് പറയുന്ന ഒരു വികാരം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ സിനിമകൾക്ക് സാധിച്ചു എന്നതുകൊണ്ടും വയലൻസ് അത്ര വലിയ കുഴപ്പമില്ലാതെയായി. ചർച്ചകളിൽ വയലൻസ് ഒരു വലിയ ഭാഗമാകാതെ പോവുകയും ചെയ്തത് ഈ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയിലെ വയലൻസിനെ കാണുന്നത്?